അതിനാധാരമായിട്ടൊരു വാക്യം നമുക്ക് വായിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു വാക്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം 5:14-15. മത്തായി എഴുതിയ സുവിശേഷം 5:14-15. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ സഭയായിട്ട് നമ്മൾ കൂടി വരുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ വചനം വായിക്കാറുണ്ട്, നമ്മൾ വചനം മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട്, ധ്യാനിക്കാറുണ്ട്, പഠിക്കാറുണ്ട്. ഇതെല്ലാം ചെയ്യുമെങ്കിലും നമ്മൾ കൂടി വരുന്ന സമയത്ത് പിന്നെയും എന്തിനാണ് നമ്മൾ ദൈവവചനം നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവവചന ചിന്ത നമുക്ക് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. നമ്മൾ ഒന്ന് ഉണർത്തുക, നമ്മെ ഒരുക്കുക. വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മെയിനായിട്ട് 2 കാര്യത്തിൽ പറയാം. നമ്മെ ഉണർത്തുക, നമ്മെ ഒരുക്കുക. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, നമ്മൾ തളർന്നു പോകുന്ന, നമ്മൾ ക്ഷീണിച്ചു പോകുന്ന, നമ്മൾ മടുത്തു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തായാലും വരും. അത് വരാതിരിക്കുന്നത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൂടെ അതിനെ കയറി ഇറങ്ങി പോകുമ്പോൾ പലപ്പോഴും നമ്മൾ തളർന്നു പോകും. ആ സമയത്ത് ദൈവവചനമാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്, നമ്മെ ഒന്ന് ഉത്തേജിപ്പിക്കുന്നത്, നമുക്ക് മുന്നോട്ട് ഓടുവാനുള്ള ബലം നമുക്ക് തരുന്നത്. 2, നമ്മൾ ഓട്ടത്തിൽ എവിടെയെങ്കിലും നമ്മൾ ഇനി കറക്റ്റ് ആവാനുണ്ടെങ്കിൽ, നമ്മൾ ഇനി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അധികമായിട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, കർത്താവിനായിട്ട് അധികമായിട്ട് ഒരുങ്ങേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ, അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ദൈവവചന ചിന്തയാണ്. നമ്മളിന്ന് നമ്മുടെ കൂടി വന്നിരിക്കുമ്പോൾ നമ്മൾ ഈ ദൈവവചനത്തിൽ നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് അത് നമുക്കറിയാം, നമ്മുടെ ആരാധനയുടെ ഒരു മെജോറിറ്റി ഭാഗം നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനാണ്. അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ഒരുക്കം അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, ഞാൻ ഈ ഇരിക്കുന്ന ഈ ഒരു സമയം എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറേണ്ടതായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇനിയും തിരുത്തപ്പെടേണ്ടതായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനിയും അങ്ങേക്കായിട്ട് ഒരുങ്ങാനായിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതെൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഈ ഒരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു വാക്യമാണ്. നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ആ വാക്യം ഒന്ന് ഡിസ്പ്ലേ ആവും. വിളക്ക് കത്തിച്ച് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാവുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേൽ എത്ര വെക്കുന്നതെന്ന് പറയുന്നു. നമുക്ക് അറിയാവുന്ന, നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഉദാഹരണമാണ് ഒരു വിളക്ക്. അതിൻ്റെ ഉപയോഗം എന്താണ്, അത് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതെല്ലാം നമുക്കറിയാം. ഒരു വിളക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം ഉള്ള ഒരു സമയം എന്ന് പറയുന്നത് വെളിച്ചം ഇല്ലാത്തടത്താണ്. ഞാൻ ഇവിടെ ഒരു വിളക്ക് കൊണ്ടുവന്ന് ഞാനിവിടെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഭംഗിയാണ്, അല്ലെങ്കിൽ അതൊരു കാഴ്ചവസ്തുവാണ്. ഞാനിവിടെ ഒരു പഴയൊരു വിളക്ക് കൊണ്ടുവന്ന് ഞാനിപ്പോൾ ഇവിടെ വയ്ക്കുകയാണ്. കാരണം ഇത്രയും ലൈറ്റുകൾ കിടക്കുമ്പോൾ ആ വിളക്ക് ഇവിടെ ഒരു കാഴ്ചവസ്തുവാണ്. ഈ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്ത് മൊത്തം ഇരുട്ടായി കഴിഞ്ഞാൽ അതൊരു ആവശ്യ വസ്തുവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും വെളിച്ചമുള്ളിടത്ത് ആ ഒരു വിളക്ക് ഞാനിവിടെ കൊണ്ടുവച്ചാൽ അതൊരു കാഴ്ച വസ്തു ആവുകയും ഈ ലൈറ്റ് എല്ലാം പോയി കഴിഞ്ഞാൽ അതൊരു അവശ്യ വസ്തുവായി മാറുകയും ചെയ്യും. ഇതുപോലെ പറയുന്നുണ്ടെന്ന് തോന്നുന്നത്, നമ്മൾ ഇത്രയും വിളക്കുകളോട് ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്ക് പലപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഉപയോഗമില്ല. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മൾ അവശ്യ വസ്തുവായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അതാണ് പുറത്ത്. കാരണം അവിടെയാണ് ഇരുട്ടുള്ളത്. നമ്മൾ സഹോദരങ്ങൾ കൂടിയിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. അതിനർത്ഥം നിങ്ങൾ അടുത്ത ആഴ്ചയോട്ട് ഞാൻ ചർച്ച വരുന്നില്ലെന്ന് പറയരുത് കേട്ടോ. നമ്മൾ സഹോദരങ്ങൾ കൂടിയിരിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ അന്യോന്യം ധൈര്യപ്പെടുത്തുമ്പോൾ, നമ്മൾ ഓരോ ആഴ്ചയും ചർച്ചിൽ വരുമ്പോൾ, നമ്മൾ ഈ വചനം ചിന്തിക്കുമ്പോൾ, ഇതെല്ലാം ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള പ്രകാശത്തെ നമ്മൾ കൂടുതൽ കത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അതെന്തിനാണ് ചെയ്യുന്നത്? അത് ചെയ്യുന്ന പുറത്തു പോയി പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ ഷോക്കേസിലിരിക്കുന്ന ഒരു വസ്തുവായിട്ട് നമ്മൾ മാറും. കർത്താവ് ഇവിടെ അവരോട് പറയുന്നതാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അതിൽ രണ്ടാമത് വീണ്ടും എടുത്ത് പറയുന്നതാണ്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേലത്രേ വെക്കുന്നത്. അതായത് വിളക്ക് കത്തിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വെളിച്ചമുള്ളിടത്തോ അല്ലെങ്കിൽ വെളിച്ചം ഇല്ലാത്തടത്തോ അല്ല ചെയ്യേണ്ടത്. വെളിച്ചം ആവശ്യമുള്ളിടത്തേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. എവിടെയാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്, എവിടെയാണ് ദൈവം ഞാൻ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, ആ ഇടത്തേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൽ ഒരു വാക്യം എനിക്ക് വായിച്ചപ്പോൾ രസം തോന്നി. അതിൻ്റെ 16-ാമത്തെ വാക്യം നോക്കാമോ? അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ തോന്നി. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വെളിച്ചം എന്ന് പറയുന്നതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ നല്ല പ്രവൃത്തികളാണ് ആ വെളിച്ചം എന്ന് പറയുന്നത്. നമ്മുടെ പ്രകാശം എന്ന് പറയുന്നത് നമ്മുടെ നല്ല പ്രവൃത്തികളാണ്.
അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഓക്കെ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ളവർ കാണണമെങ്കിൽ അപ്പോൾ മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ ചെയ്യേണ്ടത്. അപ്പോൾ അത് മോശമല്ല അങ്ങനെ ചെയ്യുന്നത്. കാരണം കർത്താവിന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മറ്റുള്ളവരെ കാണാൻ വേണ്ടി ഇത് ചെയ്തു കഴിഞ്ഞാൽ മോശമല്ലേ? പക്ഷേ അതിൻ്റെ ആക്ച്വലി അർത്ഥം അങ്ങനെയല്ല. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് പ്രകാശിക്കണം. അതായത് നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അവർ നിങ്ങളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം, നിങ്ങളിലൂടെ ധൈര്യം പ്രാപിക്കണം. അല്ലാതെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണമെന്നുള്ള അർത്ഥത്തിലല്ല കർത്താവോട് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതം ഒരാൾ കാണുന്ന സമയത്ത്, നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത്, നിങ്ങളുടെ അനുഭവങ്ങളെ കേൾക്കുന്ന സമയത്ത് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഇടയായി വരണം എന്നുള്ളൊരു കാര്യം മാത്രമാണ് അതിൽ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഉപമയുടെ കോണ്ടെക്സ്റ്റിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ ലോകം ഇരുട്ടിലാണെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതായത് പിശാചിൻ്റെ അധികാരത്തിലാണ്, ലോകത്ത് പുറത്ത് മൊത്തം കൺഫ്യൂഷനാണ്, കെയോസാണ്, ഇതെല്ലാം നമ്മൾ പറയാറുണ്ട്. പുറത്ത് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവിടുത്തെ ലൈറ്റ് എല്ലാം ഓഫായി കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഉണ്ട് ഇവിടെ ഉള്ള ഓരോ സാധനങ്ങൾ എന്താണ്, ഇവിടെ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന പോഡിയം ആണെന്നുള്ളതും ബുക്ക് ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ളതും ഇതൊക്കെ എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട്. കാരണം എന്താണ്, ഈ വെളിച്ചം കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം, നിങ്ങൾക്കും അറിയായിരിക്കും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിതൊന്നും കണ്ടിട്ടില്ല, കാണാത്തൊരു സമയത്ത് നമ്മൾ ഇരുട്ടിലേക്കാണ് വന്ന് കയറുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ ഇല്ല എന്താണ് സാധനം എന്നുള്ളത്. ഈ പോഡിയം കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കുന്നത് സ്റ്റൂളായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ തൊട്ട് നോക്കിയിട്ടാണ് സ്റ്റൂളാണെന്ന് തോന്നുന്നത്, മേശയാണോ? ഒരു തലമുറ പുറത്ത് ഇരുട്ടിലേക്കാണ് ജനിച്ചു വീഴുന്നത്. നമ്മൾ പുറത്തു പോയി പ്രകാശിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത് പുറത്തുള്ള വാല്യൂ സിസ്റ്റംസ് ഡിഫറെൻ്റ് ആണ്. പുറത്തുള്ള പലതും ആളുകൾ തെറ്റായ രീതിയിലാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഈ ലോകത്ത് ഞാൻ എന്തിനു ജീവിക്കണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തിനു പ്രാധാന്യം കൊടുക്കണം, എന്തായിരിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഇതിനെക്കുറിച്ച് അവർ ആ ഇരുട്ടിൽ നിന്ന് തപ്പി കണ്ടുപിടിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അവിടെ പോയി പ്രകാശിക്കും, അല്ലെങ്കിൽ എൻ്റെ ജീവിതം അവരുടെ മുമ്പിൽ അവർ കാണുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെളിച്ചം അടിക്കുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാണ്, ഓക്കെ ഞാൻ ഇതല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, എൻ്റെ കയ്യിലിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്ന തെറ്റായിരുന്നു, ജീവിക്കേണ്ടത് ശരിക്കും ഇങ്ങനെയായിരുന്നു എന്നുള്ളൊരു ബോധ്യം പുറത്ത് ഉള്ള ഒരു തലമുറയ്ക്കുണ്ടാകണം. അതാണ് നമ്മുടെ പ്രൈമറി കോളിംഗ് എന്ന് പറയുന്നത്. ദൈവം നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതാണ്. സാധാരണ നമ്മളിവിടെ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, സുവിശേഷം എല്ലാവരോടും എപ്പോഴും ഷെയർ ചെയ്യണം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കണം എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ വാ തുറന്ന് പറയുന്നതിലൂടെയല്ല, നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമ്മൾ കർത്താവിനെ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തേണ്ടത്. നമ്മൾ പ്രകാശിക്കുക എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം എടുത്തു പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ ഒരു മാതൃകയായിട്ട് നിൽക്കുന്നതിനെയാണ് ഞാൻ ഈ പ്രകാശിക്കുക എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ഈ പ്രകാശിക്കുക എന്ന് പറയുമ്പോൾ ഇതിനൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ എന്താണ്? നമ്മൾ ഈ വാല്യൂ സിസ്റ്റത്തിനെ കുറിച്ചും ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ. ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഉദാഹരണം നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ? എൻ്റെ മൈൻഡിലൊരു എക്സാമ്പിൾ വരുന്നത് കുറച്ച് നാൾ മുമ്പ് നടന്നൊരു കോൺവെർസേഷനാണ്. അപ്പം കുറച്ച് സഹോദരങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള ജനറേഷനിലെ പിള്ളേരെക്കുറിച്ച് അത് പറയുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. കാരണം പണ്ട് എന്നെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഉള്ള ജനറേഷൻ എന്ന് പറയുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു, ഇപ്പം മാറിപ്പോയി, എന്ത് ചെയ്യാനാ. അപ്പം ഇപ്പോൾ ഉള്ള ജനറേഷനിലെ പിള്ളേരെക്കുറിച്ച് പറഞ്ഞാണ്, പല പിള്ളേരും ഇപ്പോൾ എന്താ പറയുക, അവർക്കാർക്കും കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമില്ല, അവരാരും കല്യാണമേ വേണ്ട, ഞങ്ങളൊന്നും കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് ചർച്ചിനകത്തുമൊക്കെ സഭയിൽ വിശ്വാസികളായ പിള്ളേർ പോലും പലരും അങ്ങനെയാണ് വന്ന് നിൽക്കുന്നത്. എന്തോ പറയാൻ, ഇവരൊക്കെ സ്നാനപ്പെട്ട പിള്ളേരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. സ്നാനപ്പെട്ട പിള്ളേരെ അവർക്ക് അറിയത്തില്ലേ, ദൈവികമായിട്ടുള്ളൊരു കാര്യമാണെന്ന് അറിയത്തില്ല, അവരത് ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലേ ബ്രദറെ, നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച സമയത്ത് ഇതൊരു ദൈവിക കൽപ്പനയാണെന്നും ദൈവം ഉടമ്പടി ചെയ്തതാണെന്നും അതുകൊണ്ട് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാണ് കല്യാണം കഴിച്ചത്, അതോ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നിയോണ്ടാണ് കല്യാണം കഴിച്ചത്? എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ, എനിക്ക് കല്യാണം കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാതെ രാവിലെ എനിക്ക് ബൈബിൾ വെച്ചപ്പോൾ അയ്യോ ഇത് ദൈവിക കൽപ്പനയാണ് ഞാൻ പാലിക്കണം എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചതല്ല. ഞാൻ പറഞ്ഞു, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് എല്ലാവർക്കും അത് അറിയായിരിക്കും. ഒരു പ്രായത്തിൽ നമുക്ക് തോന്നി കല്യാണം കഴിക്കണമെന്ന്. ആ തോന്നാനുള്ള കാരണം എന്തായിരുന്നു? നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളല്ല ഉദ്ദേശിച്ച്. തോന്നാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്, നമ്മുടെ മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്, ഒരു കുടുംബം എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. നല്ല കുടുംബങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്, നല്ല ബന്ധങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ ഇത് ഇത്രയും വെറുക്കുന്നതിൻ്റെ കാരണം?
എന്തുകൊണ്ടായിരിക്കും? നമ്മൾ അത്രയും സ്നേഹിച്ചിരുന്ന ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ വന്നിട്ട് പറയും ഞങ്ങൾക്കിതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അവരങ്ങനെ ഒന്നും കാണുന്നില്ല. അവർ കാണുന്നത് മൊത്തം ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അവർ പത്രത്തിൽ കാണുന്ന മൊത്തം പേടിപ്പെടുത്തുന്ന വാർത്തകളാണ്. ചർച്ചിലോട്ട് വരാം, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയാം. ചർച്ചിലോട്ട് വരാം. ചർച്ചിലോട്ട് വരുമ്പോഴത്തേക്ക് അവർ കാണുന്നുണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളെ. അവർ കാണുമ്പോൾ കൊതിച്ചു പോകുന്നു, എനിക്ക് ഇങ്ങനെ ഒരു ഫാമിലി വേണമെന്ന് കൊതിച്ചു പോകുന്ന കുടുംബങ്ങളെ. വേറൊരു കാര്യം പറയാം. ചർച്ചിലോട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ജനറലി നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു ക്രിസ്തീയ ഗോളം എന്ന് വേണമെങ്കിൽ ക്രിസ്തീയ ഗോളത്തിലുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളെടുക്കുക. ചർച്ചിലോട്ട് വരുന്നുണ്ട്, ഒരുപാട് പേര് ചർച്ചിലൊക്കെ പോകുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ പല കുഞ്ഞുങ്ങളും ചർച്ചിനെ എങ്ങനെയാണ് കാണുന്നത്? കുറേ പേർക്ക് ആളാവാനുള്ളൊരു സ്ഥലമായിട്ടാണോ? കുറേ പൊളിറ്റിക്സ് നടക്കുന്നൊരു സ്ഥലമായിട്ടാണോ? പണ്ട് ആരാ പറഞ്ഞത് ഞാൻ മറന്നു. ഞാൻ പറയുന്നുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്: എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് വീട്ടിൽ ചോറിൻ്റെ കൂടെ ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും ഇല്ലെന്നുണ്ടെങ്കിലും മസ്റ്റായിട്ട് ഉണ്ടാകുന്ന ഒരു ഡിഷ് ഉണ്ട്. എന്താണെന്നറിയാമോ? കറക്റ്റാണ്, സാംചാനെ പറഞ്ഞപ്പോൾ അത് പാസ്റ്റർ ഫ്രൈ. സാധാരണ എല്ലാ വീടുകളിലുള്ളതാണ്. ഉച്ചയ്ക്ക് വന്നിരിക്കുമ്പോഴത്തേക്ക് അന്ന് പാസ്റ്റർ പ്രസംഗിച്ചതും അല്ലെങ്കിൽ പാസ്റ്റർ എന്തെങ്കിലും ചെയ്തതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെന്ന് ഇരുന്ന് പാസ്റ്ററെ വറുക്കുക. സൈഡ് ഡിഷായിട്ട് കൂടെയുള്ള വിശ്വാസികളെ നമ്മൾ അവിടെ ഇട്ട് വറുക്കും. ഇതെല്ലാം അടുത്തൊരു തലമുറയിൽ നിന്ന് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ അവരും ചിന്തിക്കുന്നു, ഓക്കെ ഇവരൊക്കെ ഈ ഡയലോഗ് അടിച്ചിട്ട് ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ഇവിടെ. ഒരു സംഭവ കഥയായിട്ടാണ് ഞാനിത് കേട്ടുള്ളത്. തിരുവനന്തപുരത്ത് തന്നെ ഒരു മീറ്റിങ്ങിൽ നടന്നൊരു സംഭവ കഥയാണിത്. ഒരു സെക്യുലർ മീറ്റിംഗ് എന്താണ് നടക്കുന്നത്. അപ്പം അവിടെ ഒരു വിശിഷ്ടാതിഥി വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇച്ചിരി പ്രായമുള്ള ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അടുത്ത ചെറുപ്പക്കാർ അങ്ങനെയുള്ള കുറേ പേര് അഡ്രസ്സ് ചെയ്യുകയാണ്. അപ്പം മിക്സ്ഡ് ക്രൗഡാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പം അഡ്രസ്സ് ചെയ്ത സമയത്ത് അദ്ദേഹം പറയുന്നത്, ഇന്നത്തെ തലമുറയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട്. ഇന്നത്തെ കുഞ്ഞുങ്ങളെ നോക്കൂ, നിങ്ങളൊക്കെ ചെറുപ്പക്കാർ നോക്കൂ, നിങ്ങളൊക്കെ ഫുൾ ടൈം ഈ മൊബൈലും കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളൊക്കെ പേരമരത്തിൽ കയറി കളിച്ചത്, ഞങ്ങൾ മാവിൽ കയറി കളിച്ചത്, ഇതൊക്കെ ഞങ്ങൾ ഓർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഇരുന്ന് പറയാം. നിങ്ങളൊക്കെ എന്താ എന്ന് പറഞ്ഞ് പറയാം. മീറ്റിംഗ് കഴിഞ്ഞ് ഈ ചോദ്യോത്തരവേള എന്നപ്പോഴത്തേക്ക് അവിടെ ഇരുന്നൊരു കൊച്ചു പയ്യൻ ഒരു സ്കൂൾ കോളേജിൽ എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു, സാറിൻ്റെ വീട്ടിൽ സാറ് കയറി കളിച്ച ആ പേരയും മാവും ഒക്കെ ഇപ്പോഴും ഉണ്ടോ? ഇല്ല, അതൊന്നും ഇപ്പം ഇല്ല. അത് സാറ് തന്നെയല്ലേ വെട്ടിക്കളഞ്ഞത്. ഞങ്ങളുടെ മുമ്പിലുള്ള തലമുറ അവർ കയറിക്കളിച്ച മാവും പ്ലാവും മാവും എല്ലാം വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പേരയിലും മാവിലും കയറാത്തതിന് ഞങ്ങളെ കുറ്റം പറയാൻ ഞങ്ങളെവിടെ പോയി കയറും? ഇതൊരു മീറ്റിങ്ങിൽ നടന്ന സംഭവ കഥയായിട്ട് ഞാൻ കേട്ടതാണ്. പുറത്തുള്ള നിൽക്കട്ടെ, മാവും പ്ലാവൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കൊന്ന് ആലോചിക്കുക, നമ്മൾ രക്ഷയിലേക്ക് കടന്നു വന്ന സമയത്ത് നമ്മൾ കണ്ട് പഠിച്ച, നമ്മളെ വിശ്വാസത്തിൽ നടത്തിയ, അല്ലെങ്കിൽ നമ്മൾ റോൾ മോഡൽസായിട്ട് വെച്ചിരുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? അവരെ അവിടെ നിന്ന് പതുക്കെ മാറ്റിയിട്ട് നമ്മളെ തന്നെ അവിടെ കയറ്റി നിർത്തി നോക്കി. ഞാനായിരുന്നു അവിടെ നിന്നിരുന്നുണ്ടെങ്കിൽ വേറൊരാൾ എന്നെ കണ്ടിട്ട് അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെ അല്ലെങ്കിൽ ഈ അമ്മാമ്മയെ പോലെ എൻ്റെ വിശ്വാസം കണ്ടിട്ട് നമ്മൾ ഇന്നായിരിക്കുന്ന ആത്മീയ നിലവാരത്തിലെങ്കിലും എത്തുമായിരുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. ഒന്ന് ആലോചിക്കുക, നമുക്കെല്ലാവർക്കും ഒരുപാട് പേരെ നമുക്ക് നോക്കാനുണ്ടായിരുന്നു, നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മളിന്ന് എത്ര പേരെ ഗൈഡ് ചെയ്യുന്നുണ്ട്? നമ്മളെ എത്ര പേര് നമ്മളെ നോക്കിയിട്ട് പറയുന്നുണ്ട്? അല്ലെങ്കിൽ നമ്മളെ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഓടി വരാം എന്നൊരു ചിന്ത എത്ര പേർക്ക് നമുക്ക് അവരുടെ അടുത്ത തലമുറയിൽ വരുന്നുണ്ട്? ലൂക്കോസ് എഴുതിയ സുവിശേഷം 18:8 ഒരു ഉപമ പറഞ്ഞിട്ട് കർത്താവ് ഇങ്ങനെ ഒരു വാക്യം പറയുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, അതിൻ്റെ താഴത്തെ ഭാഗം വായിച്ചാൽ, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. ഇത് അന്ത്യകാലത്തിൻ്റെ ഒരു അടയാളമായിട്ട് കർത്താവ് പറഞ്ഞതാണ്. മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ അവൻ വിശ്വാസം കണ്ടെത്തുമോ? നമ്മൾ വിശ്വാസത്യാഗം സംഭവിക്കേണ്ടതാണ്, അന്ത്യകാലത്തിൽ ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കണം, എന്തുകൊണ്ടൊരു തലമുറ വിശ്വാസത്യാഗത്തിലേക്ക് പോകുന്നു? അത് അവരുടെ മാത്രം തെറ്റാണോ? എന്നെ കൈപിടിച്ച് നടത്താൻ, എന്നെ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരുവാൻ വിശ്വാസത്തിൽ ഉറപ്പുള്ള ഒരു തലമുറ എനിക്ക് മുമ്പുണ്ടായിരുന്നു. ഇന്ന് ഞാനാണ് മുതിർന്ന തലമുറ.
അപ്പം നമ്മുടെ അടുത്ത തലമുറ ഞാൻ എൻ്റെ മുമ്പിലത്തെ തലമുറയുടെ കൂടെ നിന്ന പോലെ നിൽക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ നോക്കി കുറ്റം പറയാം. എൻ്റെ ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി അതാണ്. പുതിയ തലമുറയിലെ പിള്ളേരെല്ലാം പ്രശ്നക്കാരാണ് എന്ന് എനിക്ക് ഒറ്റയടിക്ക് പറഞ്ഞിട്ട് എൻ്റെ ഉത്തരവാദിത്വവും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് മടക്കി പോക്കറ്റിൽ വെച്ചിട്ട് മിണ്ടാതെ സുഖമായിട്ടിരിക്കാം. പക്ഷെ അതാണോ ചെയ്യേണ്ടത്? ഈ ഒരു വാക്കിൽ പറയാൻ നിങ്ങൾ ആലോചിച്ച് നോക്കണം. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് ആ ഒരു വാക്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ എന്നെ വിശ്വാസത്തിൽ കൈപിടിച്ച് നടത്താൻ ദൈവം ഇവിടെ ഒരുപാട് പേരെ ആക്കിയിരുന്നു. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ ഒരു റോളിൽ നിന്നുകൊണ്ട് അടുത്ത തലമുറയെ കൈപിടിച്ച് നടത്തണമെന്നാണ്. അത് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഴ്ചയ്ക്ക് നമ്മളും കൂടെ ഉത്തരവാദികളാവും. പുറത്തു പോയി വെളിച്ചമാകുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെളിച്ചമായില്ലെന്നുണ്ടെങ്കിൽ പുറത്ത് ഇരുട്ടിൽ ജനങ്ങൾ എന്താണോ പഠിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളും അത് തന്നെ പഠിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ പഠിക്കുന്നുമുണ്ട്. 2 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ഒരു ശ്രദ്ധയിലേക്ക് 2 പോയിൻറ്റ്സ് മാത്രം പറഞ്ഞിട്ട് ഞാനിരിക്കാം. ഒന്ന്, പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റാത്തത്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒന്ന്, നമ്മുടെ ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ കുറ്റബോധവും പ്രശ്നങ്ങളെല്ലാം കിടപ്പുണ്ട്. എന്താ പറയുക, നമ്മളെ തന്നെ നോക്കുമ്പോഴത്തേക്ക്, ഞാൻ എപ്പോഴും പറയാം, നമ്മളെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് നമ്മുടെ വീഴ്ചകളും പ്രശ്നങ്ങളും കുറവുകളും എല്ലാം ആണ്. നമുക്കൊരിക്കലും തോന്നത്തില്ല ഓക്കെ നമ്മൾ ആ ഒരു പൊസിഷനിൽ നിൽക്കാൻ പറ്റുന്ന ഒരാളാണ്, നമുക്കൊരിക്കലും നമ്മളെക്കുറിച്ച് തോന്നത്തില്ല. ആ തോന്നൽ മാറ്റണമെങ്കിൽ നമ്മളെ തന്നെ നോക്കുന്ന ആദ്യം നിർത്തണം, കർത്താവിനെ നോക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് സമയമെടുക്കും. കാരണം നമുക്ക് നമ്മളെക്കുറിച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് പത്രോസ് മറ്റേ കാറ്റും വന്നപ്പോഴത്തേക്ക് കടലിൽ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ കാറ്റിനെ നോക്കിയപ്പോഴത്തേക്ക് ആ പത്രോസ് മുങ്ങിപ്പോയത്, കർത്താവിനെ നോക്കിക്കൊണ്ടിരുന്നവരെ നടന്നു പോയായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മളെ നോക്കുന്നത് നിർത്തിയിട്ട് കർത്താവിനെ നോക്കുമ്പോഴേ നമുക്ക് വിശ്വാസത്തിൽ നടക്കാൻ പറ്റുള്ളൂ. 2, ഈ 18:8 നമ്മൾ വായിച്ചില്ല, ലൂക്കോസ് 18:8 നമ്മൾ വായിച്ചു. ഈ 18:1 വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉപമ തുടങ്ങുന്നത് എവിടെ നിന്നറിയാമോ? മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. അപ്പം ഞാൻ നോക്കിയപ്പം തുടങ്ങുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് കർത്താവ് ഉപമ തുടങ്ങുന്നത്. നിർത്തുന്നത് എങ്ങനെയാണ്? മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ളത്. ആ ഉപമ നിങ്ങൾക്കറിയാം. ഒരു സ്ത്രീ ന്യായം കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളുടെ പുറകെ നടക്കുന്നു, ഒരുപാട് പ്രാവശ്യം പോകുന്നു, അവസാനം അയാൾ പറയുന്നത് ഈ സ്ത്രീ എന്നെ തല്ലുമെന്ന് പറഞ്ഞിട്ട് ന്യായം കൊടുക്കുന്നു. അപ്പോൾ അതിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ദൈവം ദീർഘക്ഷമയോടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ഡിലേ ഉണ്ടായാലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം നിങ്ങൾക്ക് മറുപടി തരാതിരിക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് അടുത്തത് ചോദിക്കുന്നത്. കാരണം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം നമുക്ക് വിശ്വാസത്തോടെ എത്ര നാൾ നമുക്ക് കാത്തിരിക്കാൻ പറ്റും, എത്രത്തോളം നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ അവിടെ കാത്തിരിക്കാൻ പറ്റും എന്നുള്ളതിനെ പറഞ്ഞിട്ടാണ് കർത്താവ് അടുത്ത സെൻറ്റൻസിൽ പറയുന്നത്. പക്ഷേ ഞാൻ വരുമ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുമോ എന്ന് എനിക്കൊരു സംശയമാണ്. അത്രയും വിശ്വാസമുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണെന്ന് കർത്താവ് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ആണെന്ന് തോന്നുന്നു, കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു സുഹൃത്തിനോട് സംസാരിച്ചിരുന്നപ്പോൾ പുള്ളി ഒരു വീഡിയോ കണ്ടു. അപ്പം ആ വീഡിയോയിൽ ഇങ്ങനെയാണ് പറയുന്നത്, റീൽസ് പൈശാചികമാണെന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, റീൽസ് പൈശാചികമാണോ? എനിക്കൊരിക്കലും ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ തന്നെ റീൽസ് ഇറക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരിക്കലും അല്ല, റീൽസ് പൈശാചികമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് ആ വീഡിയോയിൽ ആ പാസ്റ്റർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ റീൽസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 30 സെക്കൻഡ് 1 മിനിറ്റ് എന്നുള്ള ടൈം കൊണ്ട് ഒരു കണ്ടൻറ്റ് നമ്മൾ ഈ പണ്ടൊക്കെ ഒരുപാട് പണ്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഈ പഴയ ശിവാജി ഗണേശൻ കാലത്തുള്ള തമിഴ് സിനിമകളൊക്കെ 4 മണിക്കൂറൊക്കെ സിനിമകളുണ്ട്, 4-4.5 മണിക്കൂറൊക്കെ സിനിമ ഉണ്ടായിരുന്നു. സിനിമയുടെ ലെങ്ത് അത്രയും നേട്ടിട്ടുണ്ട്. പിന്നീട് അത് ചുരുങ്ങി ചെറുതായി, വീണ്ടും ചെറുതായി 10 മിനിറ്റുള്ള വീഡിയോ ആയി. പിന്നെ ഇപ്പോഴാണ് നമ്മൾ 30 സെക്കൻഡ് 1 മിനിറ്റുള്ള. കാരണം പണ്ടുള്ള ആൾക്കാർക്ക് 4 മണിക്കൂർ ക്ഷമയോടിരുന്നൊരു ഗാനം കാണാനുള്ള ഒരു ക്ഷമയുണ്ടായിരുന്നു. ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ 30 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് തുടങ്ങുന്നു, തീരുന്നു, ഓക്കെ തീർന്നു, അടുത്തത് തുടങ്ങുന്നു, തീരുന്നു. അപ്പം ഈ ഒരു കാര്യം നമ്മുടെ ക്ഷമ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വളരെ കുറയ്ക്കുമെന്ന് പഠനങ്ങളുണ്ട്. അപ്പം ഈ പാസ്റ്റർ തന്നെ പറഞ്ഞത് ഓക്കെ, അതുകൊണ്ട് അപ്പം നമുക്ക് ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ദൈവസന്നിധിയിൽ വരുമ്പോഴും നമുക്ക് ഇൻസ്റ്റൻറ്റ് റിപ്ലൈ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ 1 ദിവസം 2 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ച് കാര്യം നടന്നില്ലെങ്കിൽ നമ്മൾ ഇത് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തെ വിട്ടിട്ട് പോകും. അതുകൊണ്ട് ഇത് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നൊരു സാധനമാണെന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞു,
എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് വിട്ടു. പക്ഷേ ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. റീൽസ് പൈശാചികമാണെന്നുള്ള അപ്പുറത്തേക്കട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ എത്രത്തോളം നമ്മൾ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ ഒരു വിഷയത്തിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണ്. വിശ്വാസം, എൻ്റെ വിശ്വാസം ഞാൻ പ്രൂവ് ചെയ്യാൻ എനിക്ക് എത്ര സമയം വേണം? ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനിത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കേട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്: ഫെയ്ത്ത് ഡിമാൻഡ്സ് എ ലൈഫ് ടൈം ടു പ്രൂവ് ഇറ്റ്. നമ്മുടെ വിശ്വാസം തെളിയിക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ ലൈഫാണ്. ഒരുപാട് വലുതായല്ലേ? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാമിന് ഒരു ലൈഫ് ടൈമിനേക്കാളും കുറച്ചുകൂടെ വേണ്ടി വന്നു. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഇപ്പം ഞാൻ അബ്രഹാമിൻ്റെ നെയ്ബറായിരുന്നു ചിന്തിക്കുക. അപ്പം അബ്രഹാമിന് വാഗ്ദത്തം കിട്ടി, എന്താണ്? നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. അപ്പോൾ അബ്രഹാം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ എനിക്കിങ്ങനെ ഒരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്, ഞാൻ ബഹുജാതികൾക്ക് പിതാവാണ്. ഞാൻ നല്ല കാര്യം, അടിപൊളി, നല്ല അനുഗ്രഹമല്ലേ. ഇപ്പം മക്കൾ ഇല്ല. ഓക്കെ, കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അന്ന് എന്തോ പ്രാർത്ഥിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ദൈവം ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ശരി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു മോൻ ജനിച്ചു. പിന്നെയും കുറേ വർഷം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾ ബഹുജാതികൾക്ക് പിതാവാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അത് ദൈവം പറഞ്ഞിട്ടുണ്ട്. ശരി. പിന്നെയും കഴിഞ്ഞു, അബ്രഹാം മരിച്ചു. ഞാൻ അടക്കത്തിന് പോയി നിൽക്കുമ്പോഴത്തേക്ക് അടുത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് ഞാനെന്തോ പറയും? പാവ മനുഷ്യൻ, ബഹുജാതികൾക്ക് പിതാവും എന്ന് പറഞ്ഞിട്ട് ആ പടം ഒറ്റ മോനെ എങ്ങനെയോ കിട്ടി, ആൾ പോയി. അല്ലേ? നിങ്ങളാണെങ്കിൽ പറയത്തില്ലേ, ഇങ്ങേര് തന്നെ പറഞ്ഞിട്ടുണ്ട് ബഹുജാതികൾക്ക് പിതാവും എന്ന് പറഞ്ഞു, അവസാനം ഒരൊറ്റ മോനെ കിട്ടിയുള്ളൂ, ആളിതാ പോയി. വാഗ്ദത്തം പോയിട്ടില്ല. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അബ്രഹാം മരിക്കുന്നവരെ അബ്രഹാം വിശ്വസിച്ചു. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറുകയില്ല. ഒരു ലൈഫ് ടൈം താൻ മരിക്കുന്നത് വരെയും താൻ വിശ്വസിച്ചു. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറുകയില്ല എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലൊരു സാഹചര്യം വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുന്നത്, ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി പോകാൻ പറഞ്ഞാൽ ചാടും. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, എനിക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മലയെടുത്ത് പറഞ്ഞാൽ മല അപ്പം 2 കൈയും കാലും മുളച്ച് ചാടി എണീറ്റങ്ങ് ഓടുന്ന അല്ല. വിശ്വാസം എന്ന് പറയുന്നത് കാത്തിരിക്കാനും കൂടെ ഉള്ളൊരു കഴിവാണ്. ഞാൻ പ്രാർത്ഥിച്ച വിഷയം നടക്കുന്നത് വരെയും ദൈവസന്നിധിയിൽ ക്ഷമയോടെ എനിക്ക് കാത്തിരിക്കാൻ പറ്റണം. ദൈവം എന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം എൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായാലും പറഞ്ഞത് എൻ്റെ കർത്താവാണെന്നുണ്ടെങ്കിൽ അത് നടക്കുമെന്നുള്ളൊരു ഉറപ്പ് എൻ്റെ ഹൃദയത്തിലുണ്ടാവണം. അതാണ് വിശ്വാസം. ചുറ്റുമുള്ള എല്ലാം മാറുമ്പോഴത്തേക്ക്, ചുറ്റുമുള്ള അവസ്ഥകളെല്ലാം മാറുമ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ ആ ധൈര്യം വേണം. എൻ്റെ കർത്താവ് ആ വാക്ക് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നടക്കും. ഒന്ന്, നിങ്ങളുടെ ജീവിതമാണ് മറ്റുള്ളവരെ കാണേണ്ടത്. ഒരു ലേഖനത്തിൽ എനിക്ക് റെഫറൻസ് ഓർമ്മയില്ല, നമ്മൾ പൗലോസ് അപ്പോസ്തലനാണെന്ന് തോന്നുന്നു, ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ നടത്തിയവരെ അവരുടെ ജീവിതാവസാനം ഓർത്ത് അവരെ അനുഗമിപ്പിൻ. എന്തുകൊണ്ടാണ് ജീവിതാവസാനം? ഇറ്റ് ടേക്സ് എ ലൈഫ് ടൈം. നിങ്ങളുടെ ഒരു ഫുൾ ജീവിതമാണ് അടുത്ത തലമുറ നോക്കുന്നത്. നിങ്ങൾ ചെയ്ത ഒരു കാര്യമല്ല നോക്കുന്നത്, നിങ്ങളുടെ ഒരു വർഷമല്ല നോക്കുന്നത്, നിങ്ങളുടെ ഒരു മെസ്സേജ് അല്ല നോക്കുന്നത്, നിങ്ങളുടെ 10 വർഷമല്ല നോക്കുന്നത്, നിങ്ങളുടെ അടുത്ത തലമുറ നോക്കുന്നത് നിങ്ങളുടെ ഫുൾ ലൈഫ് ടൈമാണ് നോക്കുന്നത്. നമ്മൾ പ്രകാശിക്കേണ്ടത് നമ്മുടെ ഫുൾ ലൈഫ് ടൈമിലേക്കാണ് നമ്മൾ പ്രകാശിക്കേണ്ടത്. 2, നമ്മുടെ വിളിയിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കയറി വരും. നമ്മൾ ഈ വിശ്വാസത്തെക്കുറിച്ചും വിടുതലിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും എനിക്കൊരു സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു അസുഖം ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നത്, ഞാൻ രോഗം സൗഖ്യമാകാനാണ് ഞാൻ വിശ്വാസത്തോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ സൗഖ്യമാകുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ നമുക്കറിയാം, എല്ലായ്പ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. എല്ലായ്പ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത്. ചിലപ്പോഴെങ്കിലും ഡിഫറൻ്റായിട്ട് നടക്കുന്നുണ്ട്. ഈ ഡിഫറൻ്റായിട്ട് നടക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഒരു റെസ്പോൺസ് എന്താണ്? കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ആരാധന നടത്തുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ആവേശം വരുന്നൊരു സെൻറ്റൻസാണ്, നിങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പിൽ നിങ്ങളെ മാനിക്കുന്നൊരു കർത്താവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ആവേശമൊക്കെ വരും, അല്ലേ? നിങ്ങൾ ഒരുപാട് പേര് നിന്ദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നടക്കണം. എന്താണ്? നിങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പിൽ നിങ്ങൾ മാനിക്കപ്പെടണം.
കർത്താവിൻ്റെ ജീവിതത്തിലോട്ടൊന്ന് വരിക. കർത്താവിനെ ഒരുപാട് പേര് നിന്ദിച്ചു, ഉപദ്രവിച്ചു, ക്രൂശിച്ചു. ഓക്കെ, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇനി ഒരു സെക്കൻഡത്തേക്ക് ഞാനായിരുന്നു കർത്താവിൻ്റെ പൊസിഷനിലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക. ഞാനായിരുന്നെങ്കിൽ, എനിക്കറിയാമല്ലോ നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിക്കുന്നവനാണ് ദൈവം എന്ന് എനിക്കറിയാമല്ലോ. ഞാൻ ഉയർത്തെഴുന്നേറ്റ് ആദ്യം പത്രോസിനെ കണ്ടു ചോദിച്ചാൽ, പത്രോസ് എനിക്കൊരു 3 പേരുടെ അഡ്രസ്സ് വേണം. ആരുടെ? അതെ, എൻ്റെ മുഖത്ത് തുപ്പിയൊരുത്തനുണ്ട്, അവൻ്റെ അഡ്രസ്സ് എനിക്ക് അവൻ്റെ വീട്ടിൽ പോയി അവനൊന്ന് കാണണം. എൻ്റെ തലയിൽ ആണി അടിക്കുന്ന പോലെയാണ് അവൻ കിരീടം അടിച്ചിറക്കിയത്, അവൻ്റെ അഡ്രസ്സ് വേണം. മൂന്നാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട, ഇവരുടെ 2 പേരും കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തെ വേണം. ഞാൻ മരിച്ചോന്നറിയാൻ പൾസ് ചെക്ക് ചെയ്തില്ല, മൂക്കിലും വെച്ച് നോക്കിയില്ല, താഴെ നിർത്ത് കുന്തെടുത്ത് കുത്തി, അവൻ്റെ അഡ്രസ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് വേണം. അറ്റ്ലീസ്റ്റ് ഈ 3 പേരെങ്കിലും ഞാൻ വീട്ടിൽ പോയി കണ്ടേനെ. കാരണം അവരുടെ അടുത്ത് പറയണം, നീയൊക്കെ ഇത്രയും ഉപദ്രവിച്ചിട്ട് ഞാൻ ഇന്ന് ഇവിടെ നിൽപ്പുണ്ട്. എന്ത് സന്തോഷമുള്ള കാര്യമല്ലേ? കർത്താവ് ഫോക്കസ്ഡ് ആയിരുന്നു. കർത്താവ് ഇവരാരെയും കാണാൻ പോയില്ല. എൻ്റെ വിളി എന്താണ്? എന്നെ ഉപദ്രവിച്ചവർ ഉപദ്രവിച്ചോട്ടെ, എന്നെ കല്ലെറിഞ്ഞവർ കല്ലെറിഞ്ഞോട്ടെ. ഇത് ദാവീദ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ദാവീദ് രാജ്യമൊക്കെ വിട്ടുപോകുന്ന സമയത്ത് ഒരുത്തൻ പ്രാഗിക്കൊണ്ട് കല്ലെറിഞ്ഞ സമയത്ത് ദാവീദ് പറഞ്ഞൊരു മറുപടിയുണ്ട്. കൂടെ ഉള്ളവർ പറഞ്ഞു, ദാവീദ് ഒരു സൈന്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ കൂടെ ഉള്ളവർ പറഞ്ഞു, ഒറ്റ ഒരുത്തൻ നിന്ന് കല്ലെറിയുന്നു, എല്ലാവരുടെയും വാളൊക്കെ ഉണ്ട്, കുന്തമൊക്കെ ഉണ്ട്. പറഞ്ഞു ഞങ്ങൾ പോയിട്ട് വെട്ടിക്കളയട്ടെ അവനെ എന്ന് പറഞ്ഞ് അവനെ കല്ലെറിയാൻ കർത്താവ് അവിടെ നിർത്തിയിരിക്കുക. അവൻ നിന്ന് കല്ലെറിഞ്ഞോട്ടെ, നമ്മൾ പ്രതികരിക്കേണ്ട. കർത്താവും ഇത്രയും നിന്ന് എല്ലാം സഹിച്ചു. കർത്താവിനെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തി. ക്രൂശിൽ കിടന്നപ്പോഴത്തേക്ക് അവിടെ കളിയാക്കുന്നതിൻ്റെ പരമാവധി കളിയാക്കി. ഇവരുടെ ആരുടെയും മുമ്പിൽ പോയി കർത്താവ് പ്രൂവ് ചെയ്തില്ല ഞാൻ എന്താ ഉയർത്തെഴുന്നേറ്റു. അവിടെ താഴ്ന്ന് വിളിച്ച് ചോദിച്ചവരുണ്ട്, ഇവൻ തന്നെത്താൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുന്നില്ല. അവരുടെ അടുത്ത് പോയി പറഞ്ഞില്ല ഞാൻ തന്നെത്താൻ രക്ഷിച്ചു, പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് പ്രൂവ് ചെയ്യാത്തത്? അതിൻ്റെ ആവശ്യമില്ല. നമ്മളും മറ്റുള്ളവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. എൻ്റെ നീതി ഞാൻ പ്രൂവ് ചെയ്യും, എൻ്റെ സ്റ്റാൻഡ് ഞാൻ പ്രൂവ് ചെയ്യും. ഞാനൊരു ദേവദാസൻ്റെ സാക്ഷ്യം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് CS മാത്യു എന്നാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് ഞാനൊരു സാക്ഷ്യം ഇങ്ങനെ കേട്ടത്, അദ്ദേഹത്തിന് 11 മക്കളുണ്ടായിരുന്നു. 8 മക്കൾ മരിച്ചുപോയി. അദ്ദേഹമാണ് നമ്മളെല്ലാവരും കേട്ട ഒരു പാട്ട് എഴുതിയിട്ടുള്ളത്, എൻ പ്രിയനെപ്പോൽ സുന്ദരനായി സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര എന്നുള്ള വരികളെല്ലാം അദ്ദേഹം ഈ മരണത്തിനെല്ലാം ശേഷമാണ് അദ്ദേഹം അങ്ങനെ ഒരു പാട്ട് എഴുതിയത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും എന്ത് വന്നാലും 2 കാര്യങ്ങൾ. 1, ദൈവസന്നിധിയിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയണം. 2, ദൈവം എന്നെ എന്തിനാണോ വിളിച്ചത്, ദൈവം എന്നെ എന്ത് ശുശ്രൂഷയാണോ ഏൽപ്പിച്ചത്, എനിക്ക് അതിൽ ഫോക്കസ്ഡായിട്ട് നിൽക്കാൻ പറ്റണം. ചുറ്റും എന്ത് നടന്നാലും, ആര് കല്ലെറിഞ്ഞാലും, ആര് ബഹളം ഉണ്ടാക്കിയാലും, എന്ത് നടന്നാലും ദൈവം എന്നെ എന്തിനാണോ വിളിച്ചത് അതിൽ ഫോക്കസ്ഡായിട്ട് നടക്കുക. ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു മാതൃകയാവാൻ നിങ്ങൾക്ക് കഴിയും. അടുത്തൊരു തലമുറ നഷ്ടപ്പെട്ടു പോയാൽ നമ്മളും കൂടെ ഉത്തരം പറയേണ്ടി വരും. നമ്മുടെ കൂടെയുള്ളവരെ കുറിച്ച് മാത്രമല്ല, ഞാൻ ഇന്ന് ഇറങ്ങിപ്പോയി സുവിശേഷം പറയാത്തതിന് മാത്രമല്ല ഞാൻ മറുപടി പറയേണ്ടി വരിക. അടുത്ത നാളെ ഈ ചർച്ചിൽ വരാൻ അടുത്തൊരു ജനറേഷൻ ഇല്ലാണ്ട് പോയാൽ, അടുത്ത് എന്നെ കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾ ആത്മീയ നിലവാരമില്ലാത്തവരായി പോയാൽ അതെൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. ഇത് പറയുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രം ആരും ചിന്തിക്കരുത്. നമുക്ക് കൂട്ടായൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ചർച്ചിൽ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, പുറത്തുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഇന്ന് കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന പ്രശ്നങ്ങളെന്ന് വെച്ചാൽ വളരെ 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 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ അനുഭവിച്ച വിടുതലും നമ്മൾ അനുഭവിച്ച സാക്ഷ്യവും അവരൊരു മിത്ത് പോലെ അല്ലെങ്കിൽ ഒരു കെട്ടുകഥ പോലെ കേട്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. രോഗസൗഖ്യം എന്ന് പറയുമ്പോൾ, വിടുതലെന്ന് പറയുന്ന സമയത്ത് അവർ പണ്ടെപ്പോഴോ നടന്നൊരു സാധനം എന്ന് പറഞ്ഞ് കേട്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. നമ്മുടെ ജീവിതത്തിലൂടെ നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഇല്ല, കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്, എൻ്റെ ജീവിതം ഇതാണെന്നുള്ളത്. നമ്മളെല്ലാം അതുപോലെയുള്ള ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടല്ലേ. നമ്മളെല്ലാം വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള ഒരുപാട് വിശ്വാസത്തിൻ്റെ കഥകളും വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളും കേട്ടാണ് നമ്മൾ വളർന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്ത തലമുറയ്ക്ക് അങ്ങനെയുള്ള കഥകൾ, അങ്ങനെയുള്ള അനുഭവങ്ങൾ അവർക്കും കേൾക്കണം. അവരും വിശ്വാസത്തിൽ ഉറയ്ക്കണം. അവർ വളർന്നു കഴിഞ്ഞിട്ട് സൺഡേ സ്കൂൾ പഠിച്ചിട്ട് പിന്നീട് ബൈബിൾ വായിച്ചിട്ട് സ്നാനപ്പെടല്ല. അവർ കുഞ്ഞുനാളിലെ അവർ കേട്ട് വളർന്നു വരണം. വിശ്വാസത്തിൽ അവർ കേട്ട് വളർന്നു വരണം. അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കാൻ ദൈവം ധാരാളമായി നമ്മൾ അനുഗ്രഹിക്കട്ടെ. അതിനായിട്ട് നമുക്കൊരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.